കോപ്പറേറ്റീവ് എഡുടെക്കിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് MCQ PYQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട്, അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷയുടെ എല്ലാ മോഡ്യൂളുകളുടെയും ക്ലാസ്സുകൾ ലഭ്യമാണ്. അതായത് പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് നോക്കുക. ക്ലാസ്സുകളുടെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. അവസാന ക്ലാസ്സിൽ ക്യാപിറ്റൽ മാർക്കറ്റ് 7ാമത്തെ മൊഡ്യൂളിൽ 10 മാർക്കിന്റെ മൊഡ്യൂളിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് മൊഡ്യൂളിൽ BSc NSc IPO സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നിങ്ങനെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോ ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേലിസ്റ്റ് ലഭ്യമാണ്. ആ ക്ലാസ്സുകൾക്ക് ശേഷം മാത്രമേ, അതല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന ക്ലാസ്സിന്റെ വീഡിയോക്ക് ശേഷം മാത്രമേ ഈ MCQ സീരീസ് കാണാവൂ. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്നതുമായി ബന്ധപ്പെട്ട മാത്രമുള്ള MCQ ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട ചില PYQ ക്വസ്റ്റ്യനുകൾ UGC നെറ്റിനും കേരള PSCയും CA ഇന്ററിനൊക്കെ ചോദിച്ച ചില ക്വസ്റ്റ്യനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്, ലോങ് ടേം ഫണ്ട്, ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫണ്ട്, ഓൺലി ഫോറിൻ ഫണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ അറിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം 2 ഭാഗമുണ്ട്. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുക സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ലോങ് ടേം ഫണ്ട് ആയിരിക്കും. മോർ ദാൻ 1 ഇയർ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫണ്ടുകളാണ് നോർമലി ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യേണ്ടത്. ബിലോ 1 ഇയർ ഫിനാൻഷ്യൽ മാർക്കറ്റും ആണല്ലോ. ആയതിനാൽ ആൻസർ B ഓപ്ഷൻ ആണ്. ലോങ് ടേം ഫണ്ട് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുക. ഷോർട്ട് ടേം ഫണ്ട് മണി മാർക്കറ്റും ഡീൽ ചെയ്യും. പ്രൈമറി മാർക്കറ്റ് ഈസ് ആൾസോ നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് എന്നറിയപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ സൂചിച്ച പോലെ ന്യൂ ഇഷ്യൂ മാർക്കറ്റും എന്നും അറിയപ്പെടാറുണ്ട്. അതായത് പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ഷെയറുകൾ ആദ്യമായിട്ട് പ്രൈമറി മാർക്കറ്റിലൂടെയാണ് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അതിന് ആപ്ലിക്കേഷൻ പ്രോസസ് നടക്കുക. IPO FPO പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന രീതിയിലൊക്കെ അത് നടക്കാറുണ്ട്. ആ സ്ഥലമാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന പ്രൈമറി മാർക്കറ്റ്. മറ്റൊന്ന്, the market where existing securities are traded is called. നിലവിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് അല്ല, അത് ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് ആണ്. അവിടെ ഇഷ്യൂ ചെയ്ത് പിന്നീട് വരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ മുകളിൽ ക്വസ്റ്റ്യൻ സൂചിപ്പിച്ച സെക്യൂരിറ്റി മാർക്കറ്റ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ ആൻസർ B ഓപ്ഷൻ തന്നെയാണ്. സെക്കൻഡറി മാർക്കറ്റിലാണ് എക്സ്ചേഞ്ച് നടക്കുക. എക്സിസ്റ്റിംഗ് ഷെയറുകൾ ഡീൽ ചെയ്യുക. ഫ്രഷ് ഇഷ്യൂ മാത്രമാണ് പ്രൈമറി മാർക്കറ്റിൽ നടക്കുക. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ട് ടേം മാർക്കറ്റ് ആണ്. ബിലോ 1 ഇയർ മെച്യൂരിറ്റി പീരീഡിലെ ഇൻസ്ട്രുമെന്റ് ആണ് അവിടെ ഡീൽ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ട്രഷറി ബില്ല് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ ഇക്വിറ്റി ഷെയറും ഡിബെഞ്ചറും പ്രിഫറൻസ് ഷെയറുകളും, ഈ അവസാനത്തെ മൂന്നും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ നോട്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ട്രഷറി ബില്ലാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരിക. 91 ഡേയ്സ് 182 ഡേയ്സ് എന്നിങ്ങനെ മെച്യൂരിറ്റി പീരീഡ് വരുന്ന ഇൻസ്ട്രുമെന്റുകളാണ് ട്രഷറി ബില്ലുകൾ. ബിലോ 1 ഇയർ ഇൻസ്ട്രുമെന്റ് കൂടെയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ആൾസോ കാൾഡ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനി, ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി, ഡെപ്റ്റേഴ്സ് ഓഫ് ദ കമ്പനി. യഥാർത്ഥത്തിൽ ഓപ്ഷൻ A ഓണേഴ്സ് ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ കോമൺ ഷെയർ, ഇക്വിറ്റി ഷെയർ, ഓർഡിനറി ഷെയർ ഒക്കെ എന്നിങ്ങനെ വേറെ പേരുകളും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. യഥാർത്ഥ ഉടമകൾ അവരാണ്. അതുകൊണ്ട് അവർക്കാണ് എന്തുണ്ടാവാറ്? വോട്ടിംഗ് പവർ ഒക്കെ ഉണ്ടാവാറ്. അപ്പോൾ ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ് ആൻസർ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പ്രയോറിറ്റി ഇൻ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് പ്രിഫറൻസ് ഉണ്ടാവുക? വോട്ടിംഗ് റൈറ്റ് ആണോ? ഇല്ല, അവർക്ക് വോട്ട് റൈറ്റ് ഉണ്ടാവാറില്ല.
ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ റീപേയ്മെന്റ് ആണോ? ശരിയാണ്. ഡിവിഡൻഡ് കിട്ടുന്നതിലും ക്യാപിറ്റൽ റീപേയ്മെന്റ് കമ്പനിയുടെ അവസാന അടച്ചുപൂട്ട സമയത്ത് ക്യാപിറ്റൽ കൊടുക്കുന്നതിൽ തിരിച്ചു കൊടുക്കുന്നതിൽ ആദ്യ മുൻഗണനയും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ റീപേയ്മെന്റ് പ്രിഫറൻസ് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുന്ന പ്രയോറിറ്റി പ്രിഫറൻസ്, അതല്ലാതെ മാനേജ്മെന്റ് കൺട്രോളും അല്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാരീസ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് റിവാർഡ്? അരിയർ ഉണ്ടാവുകയാണെങ്കിൽ, ഡിവിഡൻഡ് വർഷാവർഷം കൊടുക്കുന്ന ഒരു കമ്പനി ഏതെങ്കിലും ഒരു വർഷം കൊടുത്തില്ലെങ്കിൽ പിന്നീട് വർഷം കൊടുക്കുമ്പോൾ അതിന് അരിയർ എന്ന് പറയും. അങ്ങനെ അരിയർ കൊടുക്കുകയാണെങ്കിൽ വർഷാവർഷം ഒന്ന് കൊടുക്കുന്ന കേസിൽ അതിന് എന്താണെന്ന് പറയാം, ആ പ്രിഫറൻസ് ഷെയറിന്. അത്തരം പ്രിഫറൻസ് ഷെയറിനെ പറയുന്ന പേര് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ അല്ല. കാരണം റെഡീം ചെയ്യുക എന്ന് പറയുമ്പോൾ കമ്പനി അത് ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ തിരിച്ചെടുത്തിട്ട് എടുക്കുന്നതിനെ റെഡീം ചെയ്യാം. പക്ഷേ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് ഏതെങ്കിലും വർഷത്തെ കിട്ടാത്തുണ്ടെങ്കിൽ ആ വർഷത്തെയും കൂട്ടി അടുത്ത വർഷം കൊടുക്കുന്നതിനെയാണ് ക്യുമുലേറ്റീവ് ആക്കുക. ക്യുമുലേറ്റീവ് ആക്കി കൊടുക്കുന്നതിനാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം. ഇവിടുത്തെ ആൻസർ അത് തന്നെയാണ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഒരു സമയം കഴിയുമ്പോൾ അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അത്തരം പ്രിഫറൻസ് ഷെയറിനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്നും. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് റെഗുലർ ആയിട്ട് പ്രിഫറൻസ് ഷെയറുകൾക്ക് ഡിബെഞ്ചറിനെ പോലെ ഒരു ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് റേറ്റിൽ ഡിവിഡൻഡ് കൊടുത്തു പോകും. അങ്ങനെ കൊടുത്തു പോകുന്നതിന് പുറമെ ആ റെഗുലർ ഡിവിഡൻഡിന് പുറമെ ഏതെങ്കിലും വർഷം കമ്പനി വളരെയധികം ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന അർഹതയുള്ള ഷെയറാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്നത്. ബി ഓപ്ഷൻ എന്ന ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിനെയാണ് ദാറ്റ് ക്യാരീസ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഫോർവേഡ്. പിന്നെ ഡിബെഞ്ചേഴ്സ് റെപ്രസെന്റ്, ഡിബെഞ്ചർ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അത് ഓണർഷിപ്പ് ക്യാപിറ്റൽ ആണോ? അല്ല, ബോറോവ്ഡ് ക്യാപിറ്റൽ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റീസ് ആണല്ലോ, ഡെപ്റ്റ് ആണല്ലോ. അപ്പൊ ബോറോവ്ഡ് ക്യാപിറ്റൽ ആണ്, റിസർവ് ക്യാപിറ്റൽ അല്ല, വർക്കിംഗ് ക്യാപിറ്റലും അല്ല. അപ്പൊ ഡിബെഞ്ചർ റെപ്രസെന്റ് ബോറോവ്ഡ് ക്യാപിറ്റൽ. സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ആർ സെക്യൂർഡ് ബൈ, ചില ഡിബെഞ്ചറുകളെ സെക്യൂർഡ് ഡിബെഞ്ചർ എന്ന് പറയപ്പെടും. അതെങ്ങനെയാണ് സെക്യൂർ ആക്കുന്നത്? കമ്പനി അസറ്റ് വെച്ചിട്ടാണോ? പേഴ്സണൽ ഗ്യാരണ്ടി ഓഫ് ഡയറക്ടേഴ്സ് ആണോ? അതൊരിക്കലും അല്ല. ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ? അതുമില്ല. തീർച്ചയായിട്ടും കമ്പനി അസറ്റ് ബാക്ക് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം അതിനെ സെക്യൂർഡ് ആക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഈവൻ കമ്പനി തകർന്നു പോയാൽ ആ അസറ്റ് വെച്ചിട്ട് അത്തരം ഡിബെഞ്ചറുകളെ സെക്യൂർ ആക്കാൻ പറ്റും. അതാണ് സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ആർ സെക്യൂർഡ് ബൈ കമ്പനി അസറ്റ്. കമ്പനി അസറ്റുമായിട്ടാണ് കണക്ട് ചെയ്യാം. നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ NCD ക്യാൻ ബി റെഡീംഡ്. നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് കേൾക്കുമ്പോഴേ അറിയാം അത് എന്ത് ചെയ്യപ്പെടൂല, കൺവേർട്ട് ചെയ്യപ്പെടൂല, ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള അർഹത അതിനില്ല. പിന്നെ എങ്ങനെയാണ് അത് റെഡീം ചെയ്യാം? that can be redeemed only by conversion to share. അത് ചെയ്യൂല എന്നല്ല പറഞ്ഞത്, നോൺ കൺവേർട്ടബിൾ അല്ലേ. ഇൻ ക്യാഷ് ഓൺലി, തീർച്ചയായിട്ടും അത് ക്യാഷ് ആക്കി കൊടുക്കുക ചെയ്യാം. പിന്നെ ബൈ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒന്നല്ല. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ബി എന്ന ഇൻ ക്യാഷ് ഓൺലി എന്നാണ്. അതായത് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ NCD ഡസ് നോട്ട് കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി കമ്പനി. അത് അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനെ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്നാ പറയാം. ഇത് അങ്ങനെ ചെയ്യൂല, അതുകൊണ്ടാണ് അത് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പകരം പിന്നെ എന്താ ചെയ്യല്? റെഡീം ചെയ്യാം. ഇറ്റ്സ് പ്യൂർലി ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. കമ്പനി ഹാസ് ആൻ ഒബ്ലിഗേഷൻ ടു റെഡീം, അതായത് റീപേ ദി പ്രിൻസിപ്പൽ ഓൺ മെച്യൂരിറ്റി അലോങ് വിത്ത് അഗ്രീഡ് ഇൻട്രസ്റ്റ്. അതിന് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അവസാന സമയത്ത് അതിന്റെ മെച്യൂരിറ്റി സമയത്ത് എന്ത് ചെയ്യും? അത് റെഡീം ചെയ്ത് കൊടുത്തിട്ട് ക്യാഷ് ആക്കി കൊടുക്കും. അപ്പൊ അതാണ് പറഞ്ഞത് ഇൻ ക്യാഷ് ഓൺലി. നെക്സ്റ്റ്, ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് കാൾഡ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെ ഒരു പേര് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഇക്വിറ്റി അല്ല, അത് ഡിബെഞ്ചർ അല്ല, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കാണുന്ന പോലെ G-Secs എന്നും അതിന് പറയാറുണ്ട്. കോർപ്പറേറ്റ് ബോണ്ട് എന്നും പറയില്ല, അത് കോർപ്പറേറ്റ് ഇറക്കുന്ന ബോണ്ടിനെ അങ്ങനെ പറയുള്ളൂ. അപ്പൊ ഇവിടുത്തെ ശരിയായ ആൻസർ സി ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന ഗിൽറ്റഡ് സെക്യൂരിറ്റീസ് ആണ്. പിന്നെ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആർ. കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എന്താണ്? ഇക്വിറ്റി. അപ്പോൾ അത് പ്യുവർ ഡെപ്റ്റ് ആണോ? അല്ല, അത് സ്റ്റാർട്ടിങ്ങിൽ ഡെപ്റ്റ് ആണ്, പിന്നെ അതിന്റെ കൺവേർഷൻ വരുന്നുണ്ടല്ലോ, പിന്നീട് ഇക്വിറ്റി ആവുന്നുണ്ട്. അപ്പോൾ പ്യുവർലി ഇക്വിറ്റിയും അല്ല, രണ്ടാമത്തെ ഓപ്ഷനും അല്ല.
ഡെപ്റ്റ് ഇനീഷ്യലി അത് ശരിയാണ്. കൺവേർട്ടബിൾ ഇൻറ്റു ഇക്വിറ്റി അതും ശരിയാണ്. അപ്പോൾ സി ഓപ്ഷൻ ആണ്. അതൊരു ഹൈബ്രിഡ് മോഡലാണ്. കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡെപ്റ്റിന്റെ സ്വഭാവം പിന്നീട് എന്ത് ചെയ്യും, ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിനെയാണ് കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുക. വാറന്റ് ഗിവ്സ് ദി ഹോൾഡർ. വാറന്റ് ഹോൾഡർക്ക് എന്താ നൽകുന്നത്? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഭാഗം ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഷെയർ വാറന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് റൈറ്റ് ടു വോട്ടിന്റെ കമ്പനിയാണോ? അല്ല. പിന്നെ റൈറ്റ് ടു പർച്ചേസ് ഷെയർ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ ഫിക്സഡ് പ്രൈസ്. കാരണം കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ആദ്യമേ ഒരു വാറന്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കമ്പനിയുടെ ഈ ഷെയറുകൾ ഇന്ന വർഷങ്ങൾക്കകം ഇത്ര രൂപക്ക്, അന്ന് മാർക്കറ്റിൽ രൂപ എത്രയോ ആയിക്കോട്ടെ, മാർക്കറ്റിൽ ആ ഷെയറിന്റെ വില എത്രയോ ആവട്ടെ, അതൊന്നും പരിഗണിക്കാതെ ആദ്യമേ പറഞ്ഞ ഈ വിലക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനാണ്, വേണമെങ്കിൽ വാങ്ങിക്കാം. സ്വാഭാവികമായിട്ടും ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വാറന്റ് കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും അത് എക്സൈസ് ചെയ്യും. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഇവർക്ക് ഒരു ഷെയർ 100 രൂപക്ക് തരാമെന്നാണ് ഇതിൽ പറഞ്ഞെങ്കിൽ 5 വർഷം കഴിയുമ്പോഴാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ആ ഷെയറിന് മാർക്കറ്റിൽ ചിലപ്പോൾ 600, 700 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരത് എക്സൈസ് ചെയ്യും, ഓക്കെ എന്ന് പറയും. കാരണം ആ 600 രൂപന്റെ ഷെയർ ആണ് 100 രൂപക്ക് ഇവർ കിട്ടുന്നത് വാറന്റ് ആയിട്ട്. അത് അങ്ങനത്തെ റൈറ്റിനെയാണ് ഷെയർ വാറന്റ് പറയുക. അപ്പൊ തീർച്ചയായും വാറന്റ് ഹോൾഡർക്ക് റൈറ്റ് ടു പർച്ചേസ് ഷെയർസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ ഫിക്സഡ് പ്രൈസ്. ശരിയായ ആൻസർ ബി ഓപ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക്? വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക്? മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് അതിന്റെ മ്യൂച്വൽ ഫണ്ടും ആണ്, അത് സ്റ്റോക്കും ആണ്. അതിന് ETF എന്നാണ് പറയാ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണോ, അല്ലെങ്കിൽ ADR അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണോ, പ്രിഫറൻസ് ഷെയർ ആണോ, ബോണ്ട് ആണോ? ബോണ്ട് അല്ല, അതൊരു കോമ്പിനേഷൻ അല്ല, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. പ്രിഫറൻസ് ഷെയർ ഒരു ഡെപ്റ്റ് വേറെ പോലെയുള്ള ഒരു ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ വേറെ കാറ്റഗറിയാണ്. ADR തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്നത്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കിന്റെ കോമ്പിനേഷൻ ഇത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതാണ്. ഇനി ETF എന്താ പറയുക, ഇലക്ട്രോണിക് അല്ല, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന ETF. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്, ഒരു സ്കീം ഫോർ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഫണ്ടാണ്. അതിലേക്ക് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, അത് മറ്റുള്ള ഇക്വിറ്റികളിലോ, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എന്താണ്, ചിലപ്പോൾ സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം, ഗോൾഡ് ആവാം, അതർ അസറ്റ് ഏതെങ്കിലുമൊക്കെ ആവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Nifty 50 സെൻസസ്, ബാങ്ക് നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഫണ്ടും കൂടിയാണ് എന്ത്, ETF. അതിന്റെ എക്സാമ്പിൾ ഞാൻ ലാസ്റ്റ് സൂചിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും പറഞ്ഞിട്ട് ലെങ്ത് കൂടുന്നില്ല, എങ്കിലും ചുരുക്കിയിട്ട് 1-2 പോയിന്റ് പറയുന്നു. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ആ കാര്യം ഡിസ്കസ് ചെയ്തതാണെങ്കിൽ പോലും അത് എന്തുകൊണ്ടത് കോമ്പിനേഷൻ പറയാൻ കാരണം, അതിനൊരു ഇക്വിറ്റിന്റെ സ്വഭാവം ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് സ്വഭാവം ഉണ്ട്. അതായത് ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് എക്സ്ചേഞ്ച് ട്രേഡബിൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ അതിന് ലിക്വിഡിറ്റി കിട്ടും, പിന്നെ അതിന് എന്താ പറയാ, ഡൈവേഴ്സിഫൈഡ് ഫണ്ടാണ്, പിന്നെ അതിന് ട്രാൻസ്പെറൻസി ഉണ്ട്, അതിന് ലിക്വിഡിറ്റി ഉണ്ട്. പല വിധത്തിലുള്ള ETF ഉണ്ട്. ഇക്വിറ്റി ETF, ഡെപ്റ്റ് ETF, ഗോൾഡ് ETF, സെക്ടറൽ വൈസ് തെമാറ്റിക് ETF എന്നുണ്ട്, ഇന്റർനാഷണൽ ETF വരെ ഉണ്ട്. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ Nifty 50 ETF എന്ന് പറയുമ്പോൾ അതെന്താണ്, Nifty 50യുമായി കണക്ട് ചെയ്ത അതിൽ 50 കമ്പനികളുമായിട്ട് ആ പ്രൊപ്പോർഷനിലുള്ള ഒരു ഫണ്ടാണിത്. അപ്പൊ അതേ Nifty 50 ഇൻഡെക്സിന്റെ അതേ ഗ്രോത്ത് ഈ ഫണ്ടിനും കാണിക്കും. അപ്പൊ അത്രയും റിസ്ക് കുറവാണ്. അതെങ്ങനെ കാണിക്കുക വെച്ചാൽ Nifty 50യിൽ എത്ര കമ്പനികളുണ്ട്, അത്രയും കമ്പനികൾ അതേ പ്രൊപ്പോർഷനിൽ ഇവർ ഈ ഫണ്ട് ഇട്ടിട്ടുണ്ടാവും. ഈ ഫണ്ട് എവിടുന്നാണ്, പല ആളുകളിൽ നിന്നും പൂളാക്കി വെച്ച ഫണ്ട്, മ്യൂച്വൽ ഫണ്ടിനെ പോലെയുള്ള വലിയ ഫണ്ട്, പല ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ട്. അവർക്ക് ആ ഫണ്ടിന് ആ പറഞ്ഞ റിട്ടേൺ കിട്ടും മാത്രമല്ല, ഏത് സമയത്ത് വേണമെങ്കിലും അവർ യൂണിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാനും പറ്റും. പിന്നെ Nifty 50 10% കയറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിഫ്റ്റി എന്താ പറയുക, ഈ ഫണ്ടും ഈ Nifty 50 ETF എന്ത് ചെയ്യും, അതേ പ്രൊപ്പോർഷനിൽ അപ്രോക്സിമേറ്റ് 10% തന്നെ കയറും. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഡൈവേഴ്സിഫൈഡ് ബാസ്ക്കറ്റ് ഷെയർസ് എന്ന എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയറിന്റെയും രണ്ടിന്റെയും മിക്സ് ആണ് ETF എന്ന് പറയാൻ കാരണം. ADR ആർ ഇഷ്യൂഡ് ഇൻ, ADR എവിടെ ഇഷ്യൂ ചെയ്യാം, അത് നമ്മൾ പറഞ്ഞതാണ്. ADR GDR ഒക്കെ എന്താണ് കേസ്, ഇതിന്റെ ലോജിക് ഒക്കെ പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ADR അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആയതിനാൽ അത് US എന്താ പറയാ, US സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NYSE ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാസ്ഡാക്ക് പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിലാണ് ആ ADR പിന്നെ ട്രേഡ് ചെയ്യപ്പെടുക. എന്ന് പറഞ്ഞാൽ ഇതൊരു
ഇന്ത്യൻ കമ്പനികൾക്ക് ഫോറിൻ എക്സ്പോഷർ കിട്ടാനുള്ളൊരു വകുപ്പാണ്. ഇതുപോലെ ADRന്റെ കേസ് ആണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇൻഫോസിസ് ചില കമ്പനികളൊക്കെ ADR ആയിട്ട് ഫോറിൻ ഈ പറഞ്ഞ NYSE ലിസ്റ്റഡ് ആണ്. അതിലൂടെ അവർക്ക് ഫോറിൻ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഫോറിൻ അല്ലെങ്കിൽ US സിറ്റിസൻസിന് ഇന്ത്യൻ കമ്പനിയിൽ അവരെ കറൻസി മാറാതെ തന്നെ USD ഡിനോമിനേഷനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി എന്ത് നൽകുന്നുണ്ട്, ADR നൽകും. സ്വാഭാവികമായിട്ടും ഇത് ഗവേൺ ചെയ്യല് US സെക്യൂരിറ്റീസ് ലോ ആണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ഈ ഷെയറിൽ US സിറ്റിസൺ ആണ് ഇൻവെസ്റ്റ് ചെയ്യുക. അവർക്ക് ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ പോലുള്ള ഇന്ത്യൻ കമ്പനികളിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് നൽകുന്നു. അതുവഴി ഇന്ത്യൻ കമ്പനികൾക്ക് US നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ, ഫോറിൻ ഇക്വിറ്റി ഫണ്ട് റൈസ് ചെയ്യാനുള്ള അധികാരവും കിട്ടുന്നു, അതിൽ അവസരവും കിട്ടുന്നു. അതിന്റെ കൂടെ പറയേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ് GDR ഈസ് ഇഷ്യൂഡ്. GDR സ്വാഭാവികമായിട്ടും US ഒഴികെ ബാക്കി എവിടെയും GDR ആവാന്നാ പറയാറ്. GDR എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ്. ഇതും ഒരു നെഗോഷ്യബിൾ സർട്ടിഫിക്കറ്റ് ആണ്. ഇന്റർനാഷണൽ ഡെപ്പോസിറ്ററി എന്താ പറയാ, ഇന്റർനാഷണൽ മാർക്കറ്റ്സുകളായ US ഒഴികെ, എക്സെപ്റ്റ് US, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലക്സംബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള US ഒഴികെയുള്ള മാർക്കറ്റുകളിലാണ് GDR ലിസ്റ്റ് ചെയ്യപ്പെടുക. ഇൻവെസ്റ്റേഴ്സ്, ലോകമൊത്തം ഇൻവെസ്റ്റേഴ്സിന്, അതായത് US ഒഴികെയുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കറൻസിയിൽ തന്നെ ഈ GDR ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് കറൻസി റിസ്ക് അവർക്ക് ബാധിക്കില്ല. പിന്നെ USD, യൂറോ, GBPയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ GDR വന്നേക്കാം. അപ്പോൾ അതായത് നാട്ടിലെ അതായത് കറൻസിയിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ എക്സ്ചേഞ്ച് വഴി തന്നെ അത് ഓപ്റ്റ് ചെയ്യാനും കഴിയും. നെക്സ്റ്റ്, ഇന്ത്യൻ കമ്പനീസ് ഇഷ്യൂ ADR GDR2. എന്തിനാണ് ഇന്ത്യൻ കമ്പനികൾ ADR GDR ഇഷ്യൂ ചെയ്യാൻ ഇപ്പൊ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ്സിന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് റൈസ് ഡൊമസ്റ്റിക് ഫണ്ട് ആണോ? അല്ല, അത് NSE BSE ഇവിടെ ഉണ്ട്, അതുവഴി അവർ ചെയ്തോളും. റൈസ് ഫോറിൻ ഫണ്ട് ആണോ? തീർച്ചയായിട്ടും ഫോറിൻ ഫണ്ട് കിട്ടാനുള്ള ഒരു മാർഗമാണ് അവർക്ക് ഈ ADR GDR ഒക്കെ. പിന്നെ സെബി റെഗുലേഷൻ അവോയ്ഡ് ചെയ്യാനല്ല, പേ ഡിവിഡൻഡ് അബ്രോഡ്, അതിനുമല്ല. അപ്പൊ B ഓപ്ഷൻ തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. A contract that gives right but not obligation to buy or sell is right but not the obligation എന്ന് പറയുമ്പോൾ ഓപ്ഷൻ കിട്ടുന്നുണ്ട് അവിടെ ശരിയായി. അപ്പൊ അതന്നെ എന്താണ്, ഓപ്ഷൻ തന്നെ അതിന്റെ ആൻസർ. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഓപ്ഷൻ ഇല്ല, അത് ചെയ്തേ പറ്റുള്ളൂ. ഒന്നിൽ എക്സൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ ആ നഷ്ടലാഭങ്ങൾ അതിന് ബാധിക്കും. ഫോർവേഡ് പറയുമ്പോൾ എക്സ്ചേഞ്ച് ട്രേഡ് അല്ല എന്നേ ഉള്ളൂ. പിന്നെ ഡിബെഞ്ചർ ഉണ്ട്. ഇപ്പോൾ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ, ടു ബൈ ഓർ സെൽ എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ ഓപ്ഷനിലേക്ക് പോകും. ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് കൂടിയാണ്. സ്പെക്കുലേഷൻ പർപ്പസിലും റിസ്ക് മാനേജ്മെന്റ് പർപ്പസിലും അത് ഉപയോഗിക്കാറുണ്ട്. എ കോൺട്രാക്ട് വേർ ബോത്ത് പാർട്ടീസ് ആർ ബൗണ്ട് ടു ട്രാൻസാക്ട് ഇൻ ഫ്യൂച്ചർ ഈസ്. ഫ്യൂച്ചറിലെ ട്രാൻസാക്ഷൻ ലിമിറ്റ് വെച്ചിട്ടുള്ള ഒരു കോൺട്രാക്ട് തീർച്ചയായിട്ടും അത് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ഈസ് എ കോൺട്രാക്ട് വേർ ബോത്ത് പാർട്ടീസ് ആർ ബൗണ്ട് ടു ട്രാൻസാക്ട് ഇൻ ഫ്യൂച്ചർ. അത് ഫ്യൂച്ചേഴ്സ് തന്നെയാണ് അതിന്റെ ആൻസർ. സെബി റെഗുലേറ്റ്സ് മണി മാർക്കറ്റ്. സെബി അല്ല റെഗുലേറ്റ് ചെയ്യുന്നത്, RBI നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് തീർച്ചയായിട്ടും സെബി റെഗുലേറ്റ് ചെയ്യും. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് RBI റെഗുലേറ്റ് ചെയ്യും. പിന്നെ ക്രെഡിറ്റ് മാർക്കറ്റുകളൊക്കെ RBI റെഗുലേറ്റ് ചെയ്യുമെങ്കിലും ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് RBI റെഗുലേറ്റ് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, അതിന്റെ സബായിട്ട് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്നീ 2 മാർക്കറ്റ് വരുന്നുണ്ട്. Which of the following institution is the regulator of government securities in India? G-Secs അല്ലെങ്കിൽ ഗിൽറ്റഡ് സെക്യൂരിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആരാണ്? അത് RBI ആണ്. അത് കൈകാര്യം ചെയ്യുന്നത് RBI ആണ്. പിന്നെ ഗിൽറ്റഡ് സെക്യൂരിറ്റീസിനെ മാനേജ് ചെയ്യുന്നത് ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇത് ഇഷ്യൂ ചെയ്യുന്നതും ഇത് ഡീൽ ചെയ്യുന്നതും ഒക്കെ ആര് തന്നെയാണ്? RBI ആണ്. അപ്പോൾ അതിന്റെ ആൻസർ RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഗവൺമെന്റ് ഗിൽറ്റഡ് സെക്യൂരിറ്റീസിന്റെ മാനേജർ അല്ലെങ്കിൽ അതിന്റെ റെഗുലേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ നിന്നല്ല ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ് അത്. മുംബൈയിലെ ഡെറാൾ സ്ട്രീറ്റിലെ 1875 ഇന്ന് കാണുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് 1875 അതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്.
പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മ്യൂച്വൽ ഫണ്ട്സ് ആർ റെഗുലേറ്റഡ് ബൈ. സെബി തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. RBI മണി മാർക്കറ്റ് ആണ്, നബാർഡ് അഗ്രികൾച്ചർ ബാങ്കുകളെയാണ്, പിന്നെ IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് സെക്ടറുകളെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. പിന്നെ the process of issuing new shares by a listed company to raise capital is called. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്താ പറയാ ചോദിച്ചത്. അതിന് IPO ആണോ, FPO ആണോ, റൈറ്റ് ഇഷ്യൂ ആണോ, ബോണ്ട് ഷെയർ ആണോ? ദ പ്രോസസ് ഓഫ് ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ബൈ എ ലിസ്റ്റഡ് കമ്പനി. ആൾറെഡി അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിന്റെ അർത്ഥം ആൾറെഡി അവർ ലിസ്റ്റഡ് കമ്പനി ആണ്. അഡീഷണൽ ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ FPO എന്ന് പറയുന്നു, ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നും. അല്ലെങ്കിൽ അവർ ലിസ്റ്റഡ് കമ്പനി അല്ല, അവർ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റഡ് ആവുള്ളൂ. അപ്പൊ അവരെ പറഞ്ഞ പേര്, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് എന്ത്, IPO എന്ന ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനുള്ളതല്ല, അത് ഒരു നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് കമ്പനിക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയങ്ങളിൽ, അല്ലാത്ത 4-5 കാരണങ്ങളുണ്ട്, സമയങ്ങളിൽ വേണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ബോണസ് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ അത് റിസർവുകൾ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള അവസരമാണ്. അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കിട്ടുള്ളൂ. വിച്ച് ഇൻസ്ട്രുമെന്റ് പ്രൊവൈഡ് ഫിക്സഡ് റിട്ടേൺ ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രോഫിറ്റ് കൂടിയാലും കുറഞ്ഞാലും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേര് ഇക്വിറ്റി ഷെയർ അല്ല, അത് അവർക്ക് ഡിവിഡൻഡാ കിട്ടുക. അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. അത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തന്നെ കിട്ടുന്ന ഉറപ്പില്ല, കാരണം കമ്പനി ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ തീരുമാനിച്ചാൽ മാത്രമേ അത് കിട്ടാൻ അറിയുള്ളൂ. അവർ തീരുമാനിക്കുകയാണ് റീ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണെങ്കിൽ അത് കിട്ടത്തുമില്ല. പിന്നെ വാറന്റ് ആണോ? വാറന്റ് വേറെ രീതിയാണ്, ഒരു ഫ്യൂച്ചറിലേക്കുള്ള റൈറ്റ് നൽകുന്നതാണ്. നേരത്തെ പറഞ്ഞു റൈറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് മുൻഗണന നൽകുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ ഡിബെഞ്ചർ ആണ്. അതിനെയാണ് ഫിക്സഡ് റിട്ടേൺ എന്ന് പറയാല്. ദാറ്റ് പ്രൊവൈഡ് ഫിക്സഡ് റിട്ടേൺ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്നും പറയാറുണ്ടല്ലോ ഡിബെഞ്ചറിന്. അതെന്തായാലും ആ പറഞ്ഞ ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫീച്ചർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്താണ്? ഇക്വിറ്റി ഷെയറിന് ഒരുപാട് ഫീച്ചർ ഉണ്ട്. അത് ഫിക്സഡ് ഇൻട്രസ്റ്റ് അല്ല, അതിന്റെ ഫീച്ചറേ അല്ല, അത് ഡിബെഞ്ചറിന്റെ ആണ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിന്റെ ആണ്. വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, ശരിയാണ്. വോട്ടിംഗ് റൈറ്റ് ആർക്കേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. റെഡീമബിൾ അറ്റ് ഫിക്സഡ് പീരിയഡ് അങ്ങനെയൊന്നുമില്ല, വേണമെങ്കിൽ അത് ചില സമയത്ത് റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയേക്കാം. പിന്നെ സെക്യൂർഡ് ബൈ അസെറ്റ്, അതുമില്ല. അങ്ങനെ അസെറ്റ് ബാക്ക്ഡ് ആവണമെന്നുമില്ല. അപ്പോൾ ശരിയായ ആൻസർ വോട്ടിംഗ് റൈറ്റ് തന്നെയാണ്. ബോണസ് ഷെയർ ആർ ഇഷ്യൂഡ് ടു. എപ്പോഴാണ് ബോണ്ട് ഷെയർ ആർക്കാ ഇഷ്യൂ ചെയ്യാൻ? നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ന്യൂ ഇൻവെസ്റ്റേഴ്സിനാണോ? അല്ല, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ബോണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യുക. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ചെയ്യാറില്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാറുമില്ല. പിന്നെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആർ ഇഷ്യൂഡ് ടു. ആർക്കാണ് ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാറുള്ളത്? അത് ക്വസ്റ്റ്യൻ കേട്ടാൽ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് അത് എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിനോ അവർക്ക് എന്തെങ്കിലും പകരമായിട്ട് പ്രതിഫലമായിട്ട് നൽകുന്ന ഇക്വിറ്റിയാണ്. അവരിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു ബെനിഫിറ്റ് കമ്പനി കിട്ടിയിട്ടുണ്ടാവും, അതിന് പകരം നൽകുന്ന ഒരു ഷെയർ ആണ് എന്ത്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. അത് തീർച്ചയായിട്ടും ബി ഓപ്ഷനായ എംപ്ലോയീസ് ആൻഡ് ഡയറക്ടേഴ്സിനാണ് കിട്ടാറ്, ക്രെഡിറ്റേഴ്സിന് കിട്ടാറില്ല. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും ഗവൺമെന്റിനും ഉള്ളതല്ല. ഇപ്പൊ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആർ ഇക്വിറ്റി ഷെയർസ്, അതൊരു ഇക്വിറ്റി ഷെയർ ആണ്. ഇഷ്യൂഡ് ബൈ കമ്പനി, ഇപ്പൊ നമ്മൾ പറഞ്ഞു ടു ആർക്കൊക്കെയാണ്? എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് പ്രൈസിനാണ് കൊടുക്കാറ്. മാർക്കറ്റ് വിലയേക്കാൾ ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ആളുകൾക്ക് നൽകാറുള്ളത്. ഫോർ എ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഇൻ റിട്ടേൺ ഫോർ. അവരിൽ നിന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്, അതിന് പകരമായിട്ട് ക്യാഷിന് പകരമായിട്ട് നൽകുന്ന ഷെയർ ആണല്ലോ ഇത്. ഇൻ റിട്ടേൺ ഫോർ എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ടെക്നോളജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിമാത്രമുള്ള ഇന്റലക്ച്വൽ ലെവലിൽ കാര്യം കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ IPR റിലേറ്റഡ് എന്തെങ്കിലും അവർ വലിയ ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ കമ്പനിക്ക് അവരിൽ നിന്ന് വലിയ അധികം ബെനിഫിറ്റ് വാല്യൂസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന് പകരമായിട്ട് ഒരു കൺസിഡറേഷൻ എന്ന പോലെ ക്യാഷ് അല്ലാത്ത രീതിയിൽ നൽകുന്ന ഒരു ഇക്വിറ്റി ഷെയറുകളെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. അത് എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ കിട്ടാം. പിന്നെ അത് ഈ പറഞ്ഞ എംപ്ലോയീസിന്റെയോ ഡയറക്ടേഴ്സിന്റെയോ സർവീസോ സ്കില്ലോ IPR കൺസിഡർ ചെയ്തിട്ടാണ് നൽകാറുള്ളത്.
ഡിസ്കൗണ്ടിൽ റേറ്റിലാണ് നോർമലി അത് എന്ത് ചെയ്യാറ്, അത് ഇഷ്യൂ ചെയ്യാറ്. ഡിസ്കൗണ്ട് ഓർ ഫോർ നോൺ ക്യാഷ് കൺസിഡറേഷൻ, ചിലപ്പോൾ പൈസ എല്ലാം ഒന്നും വാങ്ങാൻ ചിലപ്പോൾ വെറുതെ കൊടുത്തേക്കാം. കമ്പനി ആക്ട് 2013 പ്രകാരം സെക്ഷൻ 54 ആണ് ഇന്ത്യയിൽ ഈ വിഷയം ഡീൽ ചെയ്യപ്പെടുന്നത്. അപ്പൊ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർസ് ഫോർ ഹാർഡ് വർക്ക്, ടാലന്റ്, നോളജ് ഇൻസ്റ്റെഡ് ഓഫ് മണി. പൈസ അങ്ങനെ എത്ര ആളുകൾക്ക് പൈസക്ക് പകരം നൽകുന്ന ഇക്വിറ്റി ഷെയറിനാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഫങ്ഷൻ അണ്ടർ. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എവിടെയാണ് ഫങ്ഷൻ ചെയ്യാം? ശരിക്കും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്താ എന്ന് അറിഞ്ഞാൽ തന്നെ ഇതിന് ആൻസർ കിട്ടും. അത് നബാർഡിന്റെ കീഴിൽ വരുന്നതല്ല, RBIന്റെ കീഴിലോ ഫിനാൻസ് മിനിസ്റ്ററിന്റെ കീഴിലോ വരുന്നതല്ല. തീർച്ചയായിട്ടും NSDL CDSLനെയും പബ്ലിക്കിനെ കണക്ട് ചെയ്യുന്ന ആ ലിങ്കിനെയാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, DP എന്ന് പറയാം. DP എന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഒരു ഏജന്റ് ആണ് ശരിക്കും. ഏജന്റ് ഓഫ് ഡെപ്പോസിറ്ററീസ്. ഇന്ത്യയിൽ 2 ഡെപ്പോസിറ്ററി ഉള്ളത്, NSDLഉം CDSLഉം. പിന്നെ ഇവരുടെ ഒരു ഏജന്റ് ആയിട്ടാണ് DPകൾ വർക്ക് ചെയ്യുക. അപ്പൊ എന്ത് ആയിട്ടാണ് ആ ഏജന്റ് ചെയ്യുന്നത്? They provide investors the service of holding and trading securities in demat form. Demat ഫോമിലാണ് ഈ ഡെപ്പോസിറ്ററികളായ NSDLഉം CDSLഉം അത് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അവരെയും ഈ പറഞ്ഞ ഇൻവെസ്റ്ററെയും കണക്ട് ചെയ്യുന്ന ആ വിൻഡോ ആണ് ഡെപ്പോസിറ്ററി, അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, DP എന്നും പറയുക. അപ്പൊ DP എന്ന് പറയുമ്പോഴേ ദ ലിങ്ക് ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡെപ്പോസിറ്ററീസ്, ഈ പറയുന്ന ഡെപ്പോസിറ്ററി ആണ് അവരെ ലിങ്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഒരു ഏജന്റ് ആണല്ലോ. ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ, പ്ലഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, റീമെറ്റലൈസേഷൻ, ഇത്തരം വിഷയങ്ങളിലൊക്കെ DPക്ക് അതിയായ റോൾ ഉണ്ട്. ഇതൊക്കെ ചെയ്തു നൽകുന്നത് ആ വിൻഡോയാണ് DP എന്ന് പറയാം. ഇന്ത്യയിൽ DP ആയിട്ട് ബാങ്കുകൾ ഉണ്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെറോഡ, ഏഞ്ചൽ വൺ, പിന്നെ എന്താണ് സെബി, HDFC ബാങ്ക്, ICICI ബാങ്ക്, പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ ആരുണ്ട്? കാർവി, NSDL സർവീസ്, CDS സർവീസ്, എല്ലാവരും ഉണ്ട്. ഇന്ത്യയിൽ NSDLഉം CDSലാണ് 2 മെയിൻ ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞല്ലോ. NSDL എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നും, CDSL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡും എന്നും പറയുന്നു. പിന്നെ ഇവ രണ്ടും എന്താ പറയാ, ഡെപ്പോസിറ്ററികളൊക്കെ സെബി ആൻഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരിക്കും. അപ്പോൾ ഡെപ്പോസിറ്ററി എന്നാൽ ഒരു വെയർ ഹൗസ് ഓഫ് സെക്യൂരിറ്റി ആണ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ ഡോട്ട് ടു എൻ്റർ ദാറ്റ് വെയർ ഹൗസ്. ഇപ്പൊ എങ്ങനെ എക്സാമ്പിൾ പറയാൻ പറ്റും? ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ NSDL CDSL ഒക്കെ ഒരു ബാങ്ക് പോലെയാണ്, ഒരു വലിയൊരു വെയർ ഹൗസ് പോലെയാണ്. ആ വെയർ ഹൗസിൽ എന്താ സൂക്ഷിക്കുക? അതായത് ആളുകളുടെ സെക്യൂരിറ്റീസ്. ആ സെക്യൂരിറ്റി സൂക്ഷിച്ച വലിയ വെയർ ഹൗസിലേക്ക് എത്താനുള്ള വഴിയാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. അവിടെയുള്ള ഡോറാണ് എന്ത്, ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. അപ്പൊ ഇവിടുത്തെ ആൻസർ NSDL CDS ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഫംഗ്ഷൻ പറയാം. അപ്പൊ ഡെപ്പോസിറ്ററി എന്ന ഫംഗ്ഷൻ തന്നെ ഈ NSDL CDSനെ കണക്ട് ചെയ്യാൻ അവര് NSDL CDSനെയും പബ്ലിക്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ലിങ്ക് ആയിട്ട് എന്ത് ചെയ്യാം, അവർ വർക്ക് ചെയ്യാം. 0 കൂപ്പൺ ബോണ്ട് ആർ ഇഷ്യൂഡ് അറ്റ്. തീർച്ചയായിട്ടും 0 കൂപ്പൺ ബോണ്ടിന് എന്ത് കിട്ടൂല? കൂപ്പൺ റേറ്റ് കിട്ടൂല. അവർക്ക് ഈ ഫിക്സ്ഡ് ഇൻകം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവ സാധാരണ ഡിസ്കൗണ്ടിൽ വാങ്ങിയിട്ട് പാറിൽ എന്ത് ചെയ്യാം, റെഡീം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ 0 കൂപ്പൺ ബോണ്ട് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണോ? അല്ല, കുറഞ്ഞ വിലക്ക് ഇഷ്യൂ ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2,500 രൂപക്ക് ഇഷ്യൂ ചെയ്തിട്ട് പറയാണ് 15 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ അതിനെന്ത് കിട്ടും? 1,00,000 രൂപ തരാം, 1,15 ലക്ഷം രൂപ ആയിട്ട് അത് റെഡീം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ 0 കൂപ്പൺ ബോണ്ടാണ്. കാരണം ആ 25 വർഷം അല്ലെങ്കിൽ 20 വർഷം അതിനൊരു ഒന്നും കിട്ടൂല, ഒരു ഇൻട്രസ്റ്റും കിട്ടൂല. ആകെ എന്താ കിട്ടുക? അവസാനം അതിന് കുറഞ്ഞ വിലക്ക് വാങ്ങിയത് വലിയ വിലക്ക് കമ്പനി റെഡീം ചെയ്ത് കൊടുക്കും. ഇത്രയും കാലം കഴിഞ്ഞാൽ, കാലം കൂടുന്നതനുസരിച്ച് അതിന്റെ റേറ്റും കൂടും. അപ്പൊ C ഓപ്ഷൻ ആണ്, ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തിട്ട് പാറിൽ എന്ത് ചെയ്യാണ്, വാങ്ങാണ്. അപ്പൊ 100 രൂപന്റെ സംഭവത്തെ 90 രൂപ ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യും. തിരിച്ച് അത് റെഡീം ചെയ്യുന്ന എത്രക്ക് തന്നെയാണ്? 100 രൂപക്കോ 95 രൂപക്കൊക്കെയാണ് ഇവിടെ ചെയ്യാം. പിന്നെ ഉള്ളത് ട്രഷറി ബിൽ ആർ ഇഷ്യൂഡ് ഫോർ. ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ഫോർ. T-bills എന്ന് പറയുമ്പോൾ അത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ബിലോ 1 ഇയർ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഷോർട്ട് ടേം ഫിനാൻസിംഗ് ആണ് ആൻസർ. ലോങ് ടേം ഒരിക്കലും വരില്ല, മീഡിയം ടേമും വരില്ല, ഫോറിൻ ട്രേഡും വരില്ല. ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ്സ്
ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് എന്താണ് ഷോർട്ട് ടൈം ക്രെഡിറ്റ് ആണോ, മീഡിയം ടേം ക്രെഡിറ്റ് ആണോ, ലോങ് ടേം ക്രെഡിറ്റ് ആണോ? ക്യാപിറ്റൽ മാർക്കറ്റ് കേട്ടാൽ തന്നെ ഉറപ്പിക്കുക അത് ലോങ് ടേം ആണ്. അത് എബോവ് 1 year മെച്യൂരിറ്റി പീരിയഡ് ഇൻസ്ട്രുമെന്റ് ആണ് അവിടെ ഡീൽ ചെയ്യുക എന്നത്. ഹു ഇഷ്യൂസ് കൊമേഴ്ഷ്യൽ പേപ്പർ CP എന്ന സെക്യൂരിറ്റി കുറവുള്ള റിസ്ക് കൂടുതലുള്ള CDയേക്കാൾ റിസ്ക് കൂടുതലുള്ള ഇത് ഇഷ്യൂ ചെയ്യൽ ആരാണ്? അത് കോർപ്പറേറ്റ് ആണ് തോന്നുന്നത്. അല്ല ഇതിന് റിസ്ക് ഉണ്ട് പറയാൻ കാരണം മറ്റതിനേക്കാൾ CDയേക്കാൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ അവരെ അസറ്റുമായിട്ട് ബാക്ക് ചെയ്തിട്ടുണ്ടാവും, സേഫ് ആയിട്ടുണ്ടാവും. എന്താ പറയാ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, കോർപ്പറേറ്റുകളാണ് എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുക. കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യല് പിന്നെ കോർപ്പറേറ്റ് സെക്ടർ ആണ്, പ്രൈവറ്റ് സെക്ടർ ആണ്, അതുപോലെ വമ്പൻ കമ്പനികളാണ്. അപ്പൊ അവിടെ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. CDയിൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. രണ്ടിന്റെയും ഡിനോമിനേഷൻ ഒക്കെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ. ഹു ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ആരാണ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുക? CD. അത് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ്. അതിനെല്ലാം സെക്യൂർ എന്ന് പറയാൻ കാരണം CPയേക്കാൾ. കോർപ്പറേറ്റ് സെക്ടർ CP ഇഷ്യൂ ചെയ്യുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി റിസ്ക് ആണത്. SEBI അല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് നോട്ട് എ ഡെറിവേറ്റീവ്? താഴെ പറഞ്ഞ ഡെറിവേറ്റീവ് അല്ലാത്ത എന്താ? ഫ്യൂച്ചേഴ്സും ഓപ്ഷനും ഫോർവേഡും ഒക്കെ എന്താണ്? ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് അല്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രിഫറൻസ് ഷെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? D ഓപ്ഷൻ ആണ്, നോട്ട് എ ഡെറിവേറ്റീവ്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് നോട്ട് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് എന്താണ്? അത് ട്രഷറി ബില്ല് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, കൊമേഴ്സ്യൽ പേപ്പർ ആണ്, ഡിബെഞ്ചർ അല്ല, അത് ലോങ് ടേം ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, ഡിബെഞ്ചർ മാത്രം ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഹു റെഗുലേറ്റ് പ്രൈമറി മാർക്കറ്റ് ഇന്ത്യ? ഇന്ത്യയിൽ പ്രൈമറി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഈ ക്ലാസ് എടുക്കുന്ന സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയാ, SEBI ആണ്. മണി മാർക്കറ്റ് RBI ആണ്. പ്രൈമറി മാർക്കറ്റ് പറയുമ്പോൾ ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ് ആണ്. അവിടുന്ന് വാങ്ങിയിട്ട് പിന്നീട് വരുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന സെക്കൻഡറി മാർക്കറ്റ്. പിന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ല, IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഷെയർസ് ഈസ് നോൺ ആസ് റെസിജ്വൽ ക്ലെയിം? എന്തിനാണ് റെസിജ്വൽ ക്ലെയിം എന്ന് പറയുന്നത്? അത് പ്രിഫറൻസ് ഷെയർ ആണോ, ഇക്വിറ്റി ഷെയർ ആണോ, ഡിബെഞ്ചർ, ബോണ്ട്? റെസിജ്വൽ ക്ലെയിം എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞത് ശേഷം ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ അങ്ങനെ എല്ലാം പറഞ്ഞല്ലോ, അവർക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ട്, പ്രയോറിറ്റി ഉണ്ട്. ഈ പറഞ്ഞ എന്താ പറയാ, അവസാനത്തെ ക്യാപിറ്റൽ കിട്ടാനും പിന്നെ ഡിവിഡൻഡ് കിട്ടാനൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ടീമാണ് ഇക്വിറ്റി ഷെയർ. അതുകൊണ്ട് അവരെ റെസിജ്വൽ ക്ലെയിം എന്ന് പറയാം. വിച്ച് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഗിവൺ ദ റൈറ്റ് ടു പർച്ചേസ് ന്യൂ ഷെയർ? ഇറ്റ് ഈസ് കാൾഡ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് നൽകുകയാണ് പുതിയ ഷെയർ പർച്ചേസ് ചെയ്യാൻ. ആൾറെഡി കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ലിസ്റ്റഡ് കമ്പനിയാണ്. പബ്ലിക്കിന് ഷെയർ പാർക്കിൽ നിന്ന് വാങ്ങാനും വിൽക്കാനും പറ്റുന്നുണ്ട്. അവര് പിന്നെയും അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് നിലവിലുള്ള ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ നൽകേണ്ടതുണ്ട്. അവര് ആവശ്യപ്പെട്ടാൽ ആ നൽകുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് തന്നെയാണ്, പക്ഷെ എന്താണ്, ക്യാപിറ്റലൈസ് ചെയ്യാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ. പിന്നെ പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനാണ് ഇഷ്യൂ. IPO FPO എന്ന് പറഞ്ഞ പോലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രൈവറ്റ് ടീമിന് ആണ്, പബ്ലിക്കിനല്ല. സെലക്റ്റീവായ അവരെ പ്രൈവറ്റ് ടീമിനെ ഏൽപ്പിക്കുന്നതിനാണ്, ഇഷ്യൂ ചെയ്യുന്നതിനാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയാം. വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏഷ്യ? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിൽ എന്നല്ല, ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം 1875 പ്രവർത്തനം ആരംഭിച്ച ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദലാൽ സ്ട്രീറ്റിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ? NSE 1992 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, 1992 NSE വാസ് എസ്റ്റാബ്ലിഷ്ഡ്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൈബ്രിഡ് സെക്യൂരിറ്റി? ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ മിക്സ് ആണ്, ഡെപ്റ്റ് ഇക്വിറ്റിന്റെ മിക്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ മിക്സ് സ്വഭാവത്തിലുള്ള സെക്യൂരിറ്റി തന്നിൽ ഏതാണുള്ളത്? താഴെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് അങ്ങനെയാണോ? അല്ല. ബോണ്ട് അങ്ങനെയല്ല, ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇക്വിറ്റി ഷെയർ അങ്ങനെയല്ല, ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. കൺവേർട്ടബിൾ ഡിബെഞ്ചർ, അത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡെപ്റ്റ് ആണ്, പിന്നെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇക്വിറ്റി ആവും. അതുകൊണ്ട് അതൊരു ഹൈബ്രിഡ് ഇൻസെക്യൂരിറ്റി ആണ്. ഡെപ്റ്റ് ഇക്വിറ്റിന്റെ മിക്സ് ആയിട്ട് അവസാനം മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വിച്ച് മാർക്കറ്റ് ഡീൽസ് വിത്ത് ട്രേഡിംഗ് ഓഫ് ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് മാർക്കറ്റിലാണ് ഡെറിവേറ്റീവ്സ് എന്ന കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യാം. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, പിന്നെ
ഫോർവേഡ് സ്വാപ്പ് പോലുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടോ റിസ്ക് കവറിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്പെക്കുലേഷൻ പർപ്പസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ മാർക്കറ്റാണ് ഇത് പിന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയാം. നെക്സ്റ്റ്, വിച്ച് മാർക്കറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ്? പ്രൈമറി മാർക്കറ്റ് ആണോ? അല്ല. സെക്കൻഡറി മാർക്കറ്റ് എന്ന എക്സ്ചേഞ്ച് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് എന്ത് പറയാം, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാം. മണി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്, മണി മാർക്കറ്റിൽ എന്തല്ല ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുക. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഭാഗമാണ്, സെബിന്റെ അണ്ടറിലാണ്. പിന്നെ അതില് സെക്കൻഡറി മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ എന്താണ് ആൾറെഡി ഇഷ്യൂ ചെയ്ത എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്, ബൈ ചെയ്യാനും സെൽ ചെയ്യാനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ കോർപ്പറേറ്റ്സ് ഫോർ എ മെച്യൂരിറ്റി പീരിയഡ് ഓഫ് മോർ ദാൻ 1 year ഈസ് കാൾഡ്. ഒരു വർഷത്തിലധികം മെച്യൂരിറ്റി പീരീഡ് ഉള്ളവർക്ക് നമുക്ക് തന്നിരിക്കുന്ന ഒരു കൊമേഴ്സ് പേപ്പർ അല്ല, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ബോണ്ട് ശരിയാണ്, ട്രഷറി ബില്ലും സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റും എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ബി ഓപ്ഷൻ ആണ് ശരി. വിച്ച് ഈസ് ദ മെയിൻ റെഗുലേറ്ററി ബോഡി ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മെയിൻ റെഗുലേറ്ററി ബോഡി ഒരു ഡൗട്ടും വേണ്ട, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. RBI ബാങ്കിങ് സെക്ടറിന്റെയും IRDA ഇൻഷുറൻസ് സെക്ടറിന്റെയും നബാർഡ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും റെഗുലേറ്ററി ബോഡിയാണ്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് റിസ്ക് ഫ്രീ? ഏതാണ് റിസ്ക് ഫ്രീ ഇൻസ്ട്രുമെന്റ്? ഇക്വിറ്റി ആണോ? അല്ല, ഹൈ റിസ്ക് ആണ്. ഡിബെഞ്ചർ ആണോ? അതിലും റിസ്ക് ഫാക്ടർ ഉണ്ട്, കാരണം ഡിബെഞ്ചറുകൾ കോർപ്പറേറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന ബോണ്ടുകൾക്ക്, ഗിൽറ്റഡ് സെക്യൂരിറ്റികൾക്ക് കമ്പാരിറ്റീവ്ലി റിസ്ക് ഫ്രീ ആണെന്ന് പറയാറുണ്ട്, കാരണം ബാക്കപ്പ് ആരാണ്? ഗവൺമെന്റ് ആണ്. പ്രിഫറൻസ് ഷെയറുകൾക്ക് റിസ്ക് ഉണ്ട്. IPO റെഫേഴ്സ് ടു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. നമ്മൾ IPO കുറിച്ച് മാത്രം ഒരു ക്ലാസ് നമ്മൾ ഈ സിലബസ് പ്രകാരം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്സ് ആണ്. ബി ഓപ്ഷൻ ആണ് ഇതിന് ശരിയായ ആൻസർ. പല എക്സാമിനും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. വിച്ച് ഈസ് ദി എക്സാമ്പിൾ ഓഫ് സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റ്? സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ഇക്വിറ്റി അല്ല, ഡെപ്റ്റ് അല്ല, മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ആണ്. റൈറ്റ് ഇഷ്യൂ അല്ല. കാരണം സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റ് എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ സഹിതം പല കേസിൽ, ലോണിന്റെ കേസിൽ അതെങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റി ആണ് ശരിക്കും എന്താണ് ഒരു സെക്യൂരിറ്റൈസ്ഡ് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആണ്. ഡെറിവേറ്റീവ്സ് ഡിറൈവ്സ് ദെയർ വാല്യൂ ഫ്രം ദെയർ അണ്ടർലൈങ് അസറ്റ്. അങ്ങനെ തന്നെ കാണുന്നത് പഠിച്ചാൽ മതി, പിന്നെ ഓപ്ഷൻ നോക്കേണ്ടതൊന്നുമില്ല. അണ്ടർലൈങ് അസറ്റ് ആണ് ശരിയായ ആൻസർ, അല്ലാതെ കമ്പനി പ്രോഫിറ്റിനോ ഡിവിഡൻഡിനോ അല്ല, ബോണ്ട് ഷെയർ ഇഷ്യൂ ഒന്നും അല്ല. കാരണം ഡെറിവേറ്റീവ്സ് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ല, അതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്ത് അണ്ടർലൈങ് അസറ്റ് ആണ്, ഒരു അസറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അസറ്റിന്റെ അപ്പത്തെ മാർക്കറ്റ് പ്രൈസ് ആണ് അതിന്റെ വാല്യൂ ആയിട്ട് വരിക. പിന്നെ ഉള്ളത്, വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് പാർ? ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അതിന്റെ യഥാർത്ഥ വാല്യൂവിൽ റെഡീം ചെയ്യുന്നതിന് എന്താണ് പറയാ? അതിനാണ് ട്രഷറി ബില്ല് ഒരു എക്സാമ്പിൾ ആണ്. ബോണ്ട് അങ്ങനെയല്ല, ഡിബെഞ്ചർ അങ്ങനെയല്ല, അതൊക്കെ ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റി ആണ്. അത് കൂപ്പൺ റേറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. റേറ്റ് ഷെയർ ഇക്വിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. അതല്ലെങ്കിൽ നിലവിൽ എക്സിസ്റ്റിംഗ് ഹോൾഡേഴ്സിന് വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ വീണ്ടും അത് കിട്ടാനുള്ള അർഹതയ്ക്കാണ് റൈറ്റ് ഷെയർ എന്നും പറയാം. പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാം. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് റെപ്രസെന്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ ഓണർഷിപ്പ് ഏതാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡിബെഞ്ചർ ആണോ? ഒരിക്കലും അല്ല. ബോണ്ട് ആണോ? അല്ല. ഇക്വിറ്റി ഷെയർസ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. സി ഓപ്ഷൻ ആണ്. പ്രിഫറൻസ് ഷെയർ അല്ല. കേരള PSC ജൂനിയർ ലെക്ചറിംഗ് കൊമേഴ്സ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. The security that has both features of equity and debt is called. Equity ഡെപ്റ്റിന്റെ ഫീച്ചർ ഉള്ള സെക്യൂരിറ്റിനെ എന്താണ് പറയാ? തീർച്ചയായിട്ടും അത് പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ അവിടെ ഫിക്സ്ഡ് റേറ്റ് ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹത ഉള്ളതുകൊണ്ട് അതിനെ എന്ത് പറയാം? ഇക്വിറ്റിന്റെ സ്വഭാവത്തിൽ നിന്ന് വിട്ടിട്ടുണ്ട്, ഡെപ്റ്റിന്റെ സ്വഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ 54ാമത്തെ ക്വസ്റ്റ്യൻ ADR. ഇത് തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ UGC നെറ്റ് കൊമേഴ്സ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ കൊമേഴ്സ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ADR ആർ ഇഷ്യൂഡ് ഇൻ ഇന്ത്യയിലാണോ? അല്ല. ഇന്ത്യൻ കമ്പനികൾ ഫോറിനിൽ ഇഷ്യൂ ചെയ്യാനാണല്ലോ.
അത് ADR ആയതുകൊണ്ട് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആയതുകൊണ്ട് അതെന്താണ് USD ആണ് എൻ്റെ ആൻസർ വരിക. USA USD US മാർക്കറ്റുകളായ NSE NYSE നാസ്ഡാക്ക് പോലുള്ള മാർക്കറ്റുകളിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ADR. വിച്ച് among the following is not a derivative instrument? ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏത് ചോദിച്ചാൽ ആദ്യം 4 ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ, ഫോർവേഡ്, സ്വാപ്പ്. ഇവിടെ ഫോർവേഡ് ശരിയാണ്, ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തത് സി മ്യൂച്വൽ ഫണ്ട് തെറ്റാണ്, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും ശരിയാണ്. സി ഇന്റർന് 2018 നവംബറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 55ന്റെ ആൻസർ സി ഓപ്ഷൻ ആണ്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് എ പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? IPO അല്ലെങ്കിൽ സെക്കൻഡറി ട്രേഡിംഗ്, ബൈബാക്ക് ഷെയർസ്, ബോണസ് ഇഷ്യൂ ഒക്കെ ആൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയറിന് മുകളിലാണ്. അപ്പൊ IPO ഒഴികെ ബാക്കിയൊക്കെ എന്താണ്? തെറ്റാണ്. അപ്പൊ IPO ആണ് എന്ത്? പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. കാരണം ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നത് ആദ്യമായിട്ട് കമ്പനികൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് IPO എന്ന് പറയാം. പ്രൈമറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ് കൂടിയാണ്. വിച്ച് നെറ്റ് കൊമേഴ്സ് 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. A treasury bill is classified as capital market instrument, money market instrument. Treasury bill ശരിക്കും പറഞ്ഞാൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ബിലോ 1 year എക്സിക്യൂട്ടീവ് പീരീഡിലെ ഇൻസ്ട്രുമെന്റ് ആണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആണ്. ഡെപ്റ്റ് ഇക്വിറ്റിന്റെ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റും അല്ല. കേരള PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അടുത്ത ക്വസ്റ്റ്യൻ കേരള PSC യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 ചോദിച്ചതാണ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് തികച്ചും എന്താണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്, സെബി ആണ്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ലിസ്റ്റിംഗ് പബ്ലിക് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പബ്ലിക് കമ്പനികൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഇന്ത്യ. ഇതിന്റെ ആൻസർ തന്നിരിക്കുന്നതിൽ സി ഓപ്ഷൻ ആണ്, 10 lakh ആണ്. ഇതിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ നോക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പഴയതായതുകൊണ്ട് പഴയ ക്വസ്റ്റ്യൻ പഴയ ആൻസർ ആയിരിക്കും. ഇതിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മാറ്റം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാം. പിന്നുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദാറ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. ഇലക്ട്രോണിക് ട്രേഡിംഗ് ഇന്ത്യയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് NSE തന്നെയാണ്. സോറി, അതിന്റെ മുമ്പ് OTCEI ഉണ്ട്. ഡി ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദാറ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇലക്ട്രോണിക് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഗവേണിംഗ് ലോ ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ്. അത് സെബി ആക്ട് 1992 ആണ്. ഈ സെബി ആക്ട് ആണ് സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റിലെ സെക്യൂരിറ്റി മാർക്കറ്റിനെ മാനേജ് ചെയ്യുന്നത്. CA 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Which Indian index is known as the barometer of Indian stock market? BSc സെൻസെക്സിനെയാണ് അങ്ങനെ പറയാറുള്ളത്. ബാരോമീറ്റർ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സും കൂടിയാണ് BSc സെൻസെക്സ്. പിന്നെ UGC നെറ്റ് 2018 കോമേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. OTCEI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1990 ആണ്. 2015 കൂടി അത് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രേഡ് കുറയുന്നത് കാരണം അത് അടക്കുകയും ചെയ്തു. PSC അസിസ്റ്റന്റ് പ്രൊഫസർ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. OTCEI എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1990. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻ ഇന്ത്യ? RBI ആണോ സെബി ആണോ? രണ്ടുമല്ല. ക്രിസിൽ, ICRA, കെയർ പോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ സി തന്നെയാണ്. CA ഇന്റർ 2017 മെയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താന്ന് ചോദിച്ചത്? ലിക്വിഡിറ്റി ഒരു ഫംഗ്ഷൻ ആണ്. പ്രൈസ് ഡിസ്കവറി എന്ന മെക്കാനിസം അവിടെ ഉണ്ട്. ഡിമാൻഡ് സപ്ലൈ മെക്കാനിസത്തിലൂടെ പ്രൈസ് ഡിസ്കവർ ചെയ്യപ്പെടും. ഷോർട്ട് ടേം ഫിനാൻസിങ് അല്ല. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? ലോങ് ടേം ആണ്, മോർ ദാൻ 1 year ആണ്. പിന്നെ മൊബിലൈസേഷൻ ഓഫ് സേവിങ്ങും അത് നടക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ആൻസർ സി ആണ്. UGC നെറ്റ് കൊമേഴ്സ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മാത്രം ഉൾപ്പെടുത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.